പേരാവൂർ മണ്ഡലത്തിന്റെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെ ശൈലജ എന്ന തുറുപ്പ് ചീട്ടിനെ അവിടെ ഇറക്കി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ചെക്ക് വെക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്തയാണ്. എത്ര കണ്ട് സ്ഥിരീകരിക്കാം? അപ്പോൾ കെ ശൈലജ സിറ്റിംഗ് മണ്ഡലം വിട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നു വിജേഷ് ഇത് സംബന്ധിച്ച്? ഇതിൻ്റെ അകത്ത് ജിൽസി ഏതായാലും മൂന്നാം സർക്കാർ എന്നുള്ള ലക്ഷ്യവുമായിട്ട് LDF വലിയ തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു. ആ പദ്ധതിയുടെ തുടർച്ച എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ കെ ശൈലജയെ പേരാവൂർ പോലൊരു മണ്ഡലത്തിലേക്ക് മത്സരാർത്ഥിയായി കൊണ്ടുവരണമെന്നുള്ള ആലോചന CPM തുടങ്ങിയിരിക്കുന്നതിന് പിന്നിലുള്ളത്. ഇതിനകത്ത് അവർ പറയുന്നത് 2006-ൽ പേരാവൂരിൽ ആദ്യം മത്സരിക്കാൻ എത്തിയപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MLAയും അതുപോലെ തന്നെ മുതിർന്ന നേതാവുമായ AD മുസ്തഫയെ പരാജയപ്പെടുത്തിയ ചരിത്രം കെ ശൈലജക്കുണ്ട്. അതേ ഒരു നീക്കം ഈ ഒരു ഘട്ടത്തിലും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ LDFന് വലിയ തരത്തിലുള്ളൊരു നേട്ടമാകുമെന്നുള്ളതാണ് LDF പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ ശൈലജയെ ഇതുപോലൊരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്നൊരു ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിനകത്ത് വലിയ നീക്കങ്ങൾ തന്നെ CPM നടത്തുമ്പോൾ ശൈലജയ്ക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു അനുകൂലമായ നിലപാടില്ല എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ശൈലജ 2006-ലെ കാര്യം സമ്മതിക്കുന്നു. പക്ഷേ വീണ്ടും ഈ 2026-ലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വീണ്ടും പേരാവൂർ പോലൊരു മണ്ഡലത്തിൽ വന്ന് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിനെതിരെ മത്സരിച്ച് മണ്ഡലം തിരിച്ചുപിടിച്ച് നൽകാൻ എത്രത്തോളം പറ്റുമെന്നുള്ള കാര്യത്തിനകത്ത് ടീച്ചർക്ക് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വടകരയിലെ വലിയ തോൽവി അടക്കം ടീച്ചറുടെ മനസ്സിലുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടാണ് ടീച്ചർ ഇതിനെ എതിർക്കുന്നത്. പക്ഷേ CPM നേതൃത്വം പറയുന്നത് അതല്ല. വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം ഈ മൂന്നാം സർക്കാർ എന്നുള്ള ഭാഗത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മാർജിനിൽ നിൽക്കുന്ന മേഖലകളിൽ നല്ല സ്ഥാനാർത്ഥികളെയും കരുത്തരായ സ്ഥാനാർത്ഥികളെയും രംഗത്തിറക്കുക എന്നുള്ളതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആശയം. ആ ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കണമെന്ന ഒരു നിലപാടിലേക്ക് നേതൃത്വം നീങ്ങുന്നത്. പക്ഷേ അതിന് എത്ര കണ്ട് ടീച്ചർ വഴങ്ങുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഏതായാലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി CPM കൊതിക്കുമ്പോൾ പേരാവൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ കരുത്തിയായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ അതിന്റെ നേട്ടമുണ്ടാകുമെന്ന് അവർ പറയുന്നതിന്റെ കാര്യങ്ങൾ എത്രത്തോളം ടീച്ചർ ഉൾക്കൊള്ളുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ മാത്രമേ കണ്ടറിയാൻ കഴിയുള്ളൂ. ഏതായാലും 1996-ലാണ് കെ ശൈലജ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. അത് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വെച്ചായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതിനകത്ത് കൂത്തുപറമ്പിൽ വലിയ ആയാസമില്ലാതെ കെ ശൈലജ ജയിച്ചു. പിന്നീട് 10 വർഷം കഴിഞ്ഞ് 2006-ൽ പേരാവൂരിലെത്തി പേരാവൂരിൽ അട്ടിമറി വിജയം നേടി. പക്ഷേ 5 വർഷം കഴിഞ്ഞ് 2011-ൽ നടന്ന രണ്ടാം പേരാവൂർ തെരഞ്ഞെടുപ്പിനകത്ത് കെ ശൈലജയ്ക്ക് പരാജയമാണ് നേരിടേണ്ടി വന്നത്. അന്ന് DCC പ്രസിഡന്റായിരുന്ന കന്നിക്കാരനായ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ അവതരിച്ചു. പേരാവൂർ മണ്ഡലക്കാരനാണ് അദ്ദേഹം. അവിടെ കെ ശൈലജയെ സണ്ണി ജോസഫ് ആദ്യ മത്സരത്തിൽ തന്നെ കീഴ്പ്പെടുത്തി. ഇതിന് പിന്നാലെ 2016-ൽ നടന്ന തെരഞ്ഞെടുപ്പിനകത്ത് കെ ശൈലജ വീണ്ടും കൂത്തുപറമ്പിലേക്ക് മാറി. അന്ന് സംസ്ഥാനത്തെ കൃഷിവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സിറ്റിംഗ് MLAയുമായ KP മോഹനെ ആയിരുന്നു കൂത്തുപറമ്പിൽ കെ ശൈലജ നേരിട്ടത്. അന്ന് UDFനൊപ്പമായിരുന്നു RJD. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിനകത്ത് KP മോഹനെ പരാജയപ്പെടുത്തിയ ശൈലജ പിന്നീട് 2021 ആകുമ്പോഴേക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്ന രൂപത്തിൽ LDFലേക്ക് LJD അല്ലെങ്കിൽ RJD തിരിച്ചെത്തി. അതോടുകൂടി അവർക്ക് മട്ടന്നൂർ എന്ന് പറയുന്ന സ്വന്തം നാട്ടിലേക്ക് മാറേണ്ടി വന്നു. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുള്ളത്. ആകെ 5 മത്സരങ്ങൾ പൂർത്തിയാക്കി. ഈ 5 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ 2 ടേം വ്യവസ്ഥ എന്നുള്ളതൊക്കെ ചോദിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു റിസ്കിന് അങ്ങനെ ഒരു സാഹസത്തിന് ഇപ്പോൾ ശൈലജ ടീച്ചറെ പോലെ ഒരാൾ മുതിരുമോ എന്നതാണ് ജിൽസി ചോദിച്ചത്. മാത്രമല്ല കഴിഞ്ഞ കുറി LDFന് അനുകൂലമായി വലിയൊരു കാറ്റും തരംഗവും ആഞ്ഞു വീശിയപ്പോൾ പോലും സണ്ണി ജോസഫ് ജയിച്ച പേരാവൂരിൽ റിസ്ക് എടുക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു റിസ്ക് CPM എടുക്കേണ്ട കാര്യമുണ്ടോ? ടീച്ചറെ പോലെ ഒരാളെ അവിടെ ഇട്ടൊരു മട്ടന്നൂർ പോലെയുള്ള സേഫ് സീറ്റിൽ കൊണ്ടുവന്ന് ശൈലജ ടീച്ചറെ പോലെ ഒരാളെ പേരാവൂരിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടോ എന്നതാണ്.